അതുപോലെ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് നമ്മൾ ഡീൽ ചെയ്യാനായി പോകുന്നത്. നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോകാം. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസിലെ ഇവല്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്ന പോർഷൻ ആണ്. അപ്പൊ ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, അതിപ്പോൾ എവിടെ നിൽക്കുന്നു, ഈ വക കാര്യങ്ങളെ പറ്റിയായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. ആദ്യം നമുക്ക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. സോ ദ മീനിങ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ബിസിനസ് ഓഫ് റിസീവിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ്. അതായത് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ്, ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രധാനമായും എന്തൊക്കെയാണ് ബാങ്കിങ്ങിൽ ചെയ്യുന്നത്? റിസീവിംഗ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റുകൾ റിസീവ് ചെയ്യുന്നു. ആരുടെ കയ്യിൽ നിന്ന്? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ്. ഓക്കെ ആണോ? ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുന്ന ബിസിനസിനെ വിളിക്കുന്ന പേരാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു മേടിക്കുന്ന പൈസ റീപേ ചെയ്യേണ്ടതാണ്, എയ്തർ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. ഒന്നെങ്കിൽ അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണം, അതർവൈസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടേം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേമിന് ശേഷം തിരികെ കൊടുക്കണം. ക്ലിയർ ആണോ? ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. അതുപോലെ തന്നെ ഈ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്ത തുക ചെക്ക് ഉപയോഗിച്ചോ ഡ്രാഫ്റ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബൈ ഓർഡറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ വിഡ്രോ ചെയ്യാനും പറ്റും. സോ ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ബാങ്കിങ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ബാങ്കിങ് ഒരു ബിസിനസ് ആണ്, അതായത് ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ഇതിനകത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? റിസീവിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ആരിൽ നിന്ന്? ഫ്രം പബ്ലിക്. ആൻഡ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി റിസീവ് ചെയ്യുന്നു. ക്ലിയർ ആണോ? സോ അതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ബാങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an institution that performs banking activity under legal guidelines. ഈ പറയുന്ന ബാങ്കിങ് ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതോ അതിനെ വിളിക്കുന്ന പേരാണ് ബാങ്ക്. ക്ലിയർ ആണോ? ഇനി ബാങ്കിങ് തിയറി എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിനിങ് ഹൗ ബാങ്ക്സ് ഫങ്ഷൻ. ക്ലിയർ? ബാങ്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ നോക്കണം, ഇതുമായി ബന്ധപ്പെട്ട തിയററ്റിക്കൽ ഫ്രെയിംവർക്കിനെയാണ് ബാങ്കിങ് തിയറി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അവരെങ്ങനെ എക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരെന്തിനു നിലകൊള്ളുന്നു, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, ആ പ്രവർത്തനത്തിൽ അവരുപയോഗിക്കുന്ന തിയറികൾ എന്തൊക്കെ, ഇതിനെയാണ് ബാങ്കിങ് തിയറി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ബാങ്കിങ് എന്താണെന്ന് പഠിച്ചു. അതൊരു ബിസിനസ് ആണ്. പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് ലെൻഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ബിസിനസ്. ക്ലിയർ? ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വിഡ്രോ ചെയ്യാം, അവർക്ക് അത് തിരിച്ചു കൊടുക്കണം അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടേം എക്സ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ? ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിങ് ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് ബാങ്ക്. ബാങ്കിങ് തിയറി എന്ന് പറയുമ്പോൾ ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു, ബാങ്ക് എന്തിനു നിലകൊള്ളുന്നു, ബാങ്ക് എങ്ങനെ എക്കോണമി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ വക കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് ബാങ്കിങ് തിയറി എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനം ബാങ്കിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ മെത്തേഡ്സ് ബാങ്ക് യൂസ് in operations like accepting deposit, lending, managing risk, customer service, etc. So practically അവർ ഈ പ്രോസസ്സുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ക്ലിയർ? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പ്രാക്ടീസ്, അവർ ഏത് രീതിയിലാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ലെൻഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ്, അതിനെയാണ് ബാങ്കിങ് പ്രാക്ടീസുകൾ, ദ ആക്ച്വൽ പ്രാക്ടിക്കൽ മെത്തേഡ്സ് ദാറ്റ് ബാങ്ക് യൂസ്. ക്ലിയർ? ഇൻ ഫങ്ഷനിങ്, അതിനെയാണ് ബാങ്കിങ് പ്രാക്ടീസ് എന്ന് വിളിക്കുന്നത്. സോ ബാങ്കിങ് എന്താണ്, ബാങ്ക് എന്താണ്, ബാങ്കിങ് തിയറി എന്താണ്, ബാങ്കിങ് പ്രാക്ടീസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ അതിനകത്ത് നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ബാങ്കിങ് എന്താണെന്ന്. ഇനിയും ഇതിന്റെ ഇവല്യൂഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവല്യൂഷൻ ഓഫ് ബാങ്കിങ്.
ആദ്യം നമുക്ക് ഏറ്റവും പുരാതനമായ കാലത്തിലേക്ക് നോക്കാം. ഏൻഷ്യന്റ് ആൻഡ് മിഡീവിയൽ പീരീഡിൽ എങ്ങനെയാണ് ബാങ്കിങ് ഡെവലപ്പ് ആയി വന്നത്, ഇവോൾവ് ചെയ്തു വന്നത്. ഏൻഷ്യന്റ് ടൈംസിനെ പറ്റി പറയുകയാണെങ്കിൽ ബാങ്കിങ് ഫങ്ഷൻസ് ക്യാൻ ബി ട്രേസ് ടു മെസപ്പൊട്ടോമിയ, ബാബിലോൺ, ഗ്രീസ്, റോം, വേർ മണി ലെൻഡേഴ്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത് പ്രൊവൈഡഡ് ലോൺസ്. അപ്പൊ ഏറ്റവും പുരാതന കാലത്ത് മെസപ്പൊട്ടോമിയ, ബാബിലോൺ, ഗ്രീസ്, റോം മുതലായ സ്ഥലങ്ങളിൽ ഗോൾഡ് സ്മിത്തുകൾ, അതുപോലെ മണി ലെൻഡേഴ്സ് ചെറിയ രീതിയിൽ ലോണുകൾ കൊടുത്തിരുന്നു. ഇതിനെ നമുക്ക് ബാങ്കിങ് പ്രോസസ്സിന്റെ ആദ്യകാലം എന്ന് വിശേഷിപ്പിക്കാം. ക്ലിയർ ആണോ? ഇനിയും ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ മനുസ്മൃതിയിൽ മണി ലെൻഡിങ്ങിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചെട്ടിയാർ, സേത്ത്, അതുപോലെ തന്നെ ഷ്രോഫ്സ് മുതലായ ആൾക്കാരാണ് ട്രഡീഷണൽ ബാങ്കേഴ്സ് ആയിട്ട് പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായി. ക്ലിയർ? ഏൻഷ്യൻ പീരീഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അതുപോലെ ലോകം മുഴുവനായിട്ടും പറയുമ്പോൾ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് മെസപ്പൊട്ടോമിയ, ബാബിലോൺ, ഗ്രീസ്, റോം മുതലായവയിൽ ഗോൾഡ് സ്മിത്തുകൾ അതുപോലെ മണി ലെൻഡേഴ്സ് ലോണുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇന്ത്യയെ പറ്റി പറയുമ്പോൾ പ്രധാനമായും മണി ലെൻഡിങ് പണ്ട് തൊട്ടേ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. മനുസ്മൃതിയിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മണി ലെൻഡേഴ്സിന് പേരുകൾ ഉണ്ടായിരുന്നു, അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇനി മിഡീവിയൽ യൂറോപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഗോൾഡ് സ്മിത്ത് ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഗോൾഡ് സ്റ്റോർ ചെയ്യുകയും അതുപോലെ തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസീറ്റുകൾ ഇഷ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു. ക്ലിയർ ആണോ? അതിനെ നമുക്ക് ഇപ്പോഴത്തെ ബാങ്ക് നോട്ടിന്റെ ഒരു ഏർലി ഫോം ആയിട്ട് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ ആണോ? സോ അതാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഗോൾഡ് സ്മിത്ത് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ഗോൾഡിന് അഗെയിൻസ്റ്റ് അവർ റെസീറ്റുകൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രധാനമായി ട്രേഡിന് ഉപയോഗിച്ചിരുന്നു. പ്രധാനമായിട്ട് ഈ കുരിശ് യുദ്ധങ്ങളുടെ കാലത്തൊക്കെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതിന്റെ പുരാതനമായിട്ടുള്ള ഒരു വേർഷൻ ട്രേഡിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു, പൈസയ്ക്ക് പകരമായിട്ട്. ക്ലിയർ ആണോ? മെഡീവിയൽ യൂറോപ്പിലും നമുക്ക് ഈ ബാങ്കിങ്ങിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗോൾഡ് സ്മിത്ത് ബാങ്കേഴ്സിലൂടെ അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഉപയോഗത്തിലൂടെയും. ക്ലിയർ ആണോ? സോ ഇതാണ് ഏറ്റവും പുരാതനമായ കാലങ്ങളിൽ ബാങ്കിങ്ങിന്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത്, ഏൻഷ്യൻ പീരീഡിലും അതുപോലെ മെഡീവിയൽ പീരീഡിലും ഉള്ളത്. ഇനി മോഡേൺ ബാങ്കിങ്ങിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും ഓർത്തിരിക്കേണ്ടത് ഒന്നാമത്തെ മോഡേൺ ബാങ്ക് ഏതാണെന്നുള്ളതാണ്. ഓക്കെ ആണോ? ഒന്നാമത്തെ മോഡേൺ ബാങ്ക് ഇത് ഇറ്റലിയിൽ 1472 ഉണ്ടായത്. ഇറ്റലിയിൽ 1472. ഇതിനെ ബാങ്ക മോണ്ടെ ഡി പാഷി ഡി സിയേന എന്നാണ് പേര് വിളിച്ചിരുന്നത്. ഇപ്പോഴും ഇതേ പേരിൽ തന്നെയാണ് ഈ ബാങ്ക് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? സിയേന മൗണ്ടൻ താഴ്വരയിലുള്ള ബാങ്ക് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ ആണോ? സോ അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മോഡേൺ ബാങ്ക് എന്ന് പറയുന്നത്. 1472 ഇറ്റലിയിൽ രൂപം കൊണ്ടു. പിന്നീട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1694 വന്നിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ട്രൂ സെൻട്രൽ ബാങ്ക്. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് എന്ന രീതിയിൽ ഒരു ബാങ്ക് ആദ്യമായി വരുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. ആദ്യത്തെ ഒരു മോഡേൺ ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ള ബാങ്കാണ്. ക്ലിയർ ആണോ? പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് യൂറോപ്പിലും അതുപോലെ തന്നെ ബ്രിട്ടനിലും ഒക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്തു. ക്ലിയർ ആണോ? വ്യാവസായിക വൽക്കരണത്തിന്റെ ഭാഗമായിട്ട്. സോ ഇതാണ് മോഡേൺ ബാങ്കിങ്ങിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. യൂറോപ്പിലാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഡെവലപ്മെന്റുകൾ ഉണ്ടായത്. പിന്നീട് ഇംഗ്ലണ്ടിൽ ഒരു സെൻട്രൽ ബാങ്ക് വരുന്നു. പിന്നീട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പോപ്പുലർ ആക്കുന്നു. ഓക്കെ ആണോ? അതാണ് ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ബാങ്കുകൾ. ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് അതിനകത്ത് പറയുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏർലി ബാങ്ക്സിന്റെ കേസ് പറയുമ്പോൾ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഉണ്ട്. കൽക്കട്ട കേന്ദ്രീകൃതമായി 1770 രൂപം കൊണ്ടതാണ് ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ക്ലിയർ ആണോ? 1832 അത് പൂട്ടിക്കെട്ടുകയും ചെയ്തു. ഓക്കെ ആണോ? അതാണ് ആദ്യത്തെ ബാങ്ക് ഇന്ത്യയിൽ. പിന്നീട് പ്രസിഡൻസി ബാങ്കുകൾ വന്നു. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഇതിനെയാണ് പ്രസിഡൻസി ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്തൊക്കെയാണ് വന്നത്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഒന്നാമത്തെ ബാങ്ക്, ശേഷം പ്രസിഡൻസി ബാങ്കുകൾ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഓക്കെ ആണോ? ഈ പ്രസിഡൻസി ബാങ്കുകളെ എല്ലാം കൂടെ മെർജ് ചെയ്ത് ഒരൊറ്റ ബാങ്ക് ആക്കിയാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊള്ളുന്നത് 1921. ഓക്കെ അല്ലെ? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഓൾറെഡി പൂട്ടിക്കെട്ടി.
പിന്നെ പ്രസിഡൻസി ബാങ്കുകൾ വന്നു. അവയെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്തു? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തു 1921. ഓക്കെ ആണോ? ഇതിനെയാണ് പിന്നീട് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. 1955 ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറി. ഓക്കെ ആണോ? ബാങ്കിങ്ങിന്റെ ഒരു എവല്യൂഷൻ ഇന്ത്യയിൽ നടന്നതാണ് പറയുന്നത്. ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, പിന്നീട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ പ്രസിഡൻസി ബാങ്കുകൾ വന്നു. അവ മെർജ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടു. അത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട്. ഓക്കെ ആണോ? അത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏൻഷ്യൻ പീരീഡ് നോക്കി, അതിനുശേഷം മെഡീവിയൽ പീരീഡ് നോക്കി, പിന്നെ മോഡേൺ ബാങ്കിങ് അതെങ്ങനെ വന്നു എന്നതിനെ പറ്റി. ആദ്യത്തെ ബാങ്ക്, ലോകത്തിലെ തന്നെ ആദ്യത്തെ ബാങ്ക്, ആദ്യത്തെ സെൻട്രൽ ബാങ്ക്, പിന്നീട് ഇന്ത്യയുടെ കേസ് വരുമ്പോൾ ആദ്യത്തെ ബാങ്ക്, പിന്നീട് വന്ന പ്രസിഡൻസി ബാങ്കുകൾ, പിന്നീട് വന്ന ഇമ്പീരിയൽ ബാങ്ക്, ഏറ്റവും അവസാനം SBIയുടെ വരെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത്? പിന്നീടാണ് നമ്മളുടെ RBI വരുന്നത്. 1935 ഇന്ത്യയുടെ ഒരു സെൻട്രൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ആകുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ ആണോ? അതാണ് പിന്നീട് എവല്യൂഷൻ ഓഫ് ബാങ്കിങ്ങിൽ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 1935 RBIയുടെ രൂപീകരണം. പിന്നീട് നാഷണലൈസേഷൻ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു. 1969 17 മേജർ ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. ക്ലിയർ ആണോ? 1980 6 കൂടെ വീണ്ടും നാഷണലൈസ് ചെയ്തു, ദേശീയവൽക്കരണം നടത്തി. ഓക്കെ ആണോ? പിന്നീടാണ് 1991 ലിബറലൈസേഷൻ ഇറ വരുന്നത്. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ ബാങ്കിങ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ അനുവദിച്ചു. അതുവരെ ഇന്ത്യ ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു. പ്രൈവറ്റ് പാർട്ടിയുടെ റോൾ വളരെ കുറവായിരുന്നു. ഗവൺമെന്റ് അണ്ടർടേക്കിംഗ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രൈവറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന ബാങ്കുകളെ നാഷണലൈസ് ചെയ്തത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണവും അതുപോലെ മാറുന്ന ലോകത്തിനനുസരിച്ച് മാറുന്നതിന് വേണ്ടിയിട്ടും 1991 ഈ ലിബറലൈസേഷൻ ഇറയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിന്റെ ഭാഗമായി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ അനുവദിക്കാൻ തുടങ്ങി. ICICI ബാങ്ക്, HDFC ബാങ്ക്, അതുപോലെ ഫോറിൻ ബാങ്ക്സ് ഒക്കെ മുന്നോട്ടേക്ക് വരാനായിട്ട് തുടങ്ങി 1991 ശേഷം. ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? സോ ഇതാണ് ഇന്ത്യയിലെ ബാങ്കിങ്ങിന്റെ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പ്രധാനമായിട്ടുള്ള ബാങ്കിങ്ങിന്റെ എവല്യൂഷൻ ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. ആദ്യം തൊട്ട് ബാങ്കിങ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന് നമ്മൾ നോക്കി. ഓക്കെ ആണോ? ഗ്ലോബൽ സ്റ്റേജിലും അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചു. ഏറ്റവും അവസാനം ഇപ്പൊ നമ്മൾ പ്രൈവറ്റൈസേഷൻ ഇറയില് പ്രൈവറ്റ് പാർട്ടീസിന്റെ പാർട്ടിസിപ്പേഷനും കൂടെ ബാങ്കിങ് സെക്ടറിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രൈവറ്റ് ബാങ്കുകൾ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാനായിട്ട് സാധിക്കും. അത് നമ്മളുടെ നയം മാറ്റത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഓക്കെ ആണോ? ഇനിയും ഇന്ത്യയിലെ ബാങ്കുകളുടെ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബാങ്കുകളുടെ സ്ട്രക്ചർ എപ്പോഴും സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ടായിരിക്കും. ആ ബാങ്ക് ആയിരിക്കും മോണിറ്ററി പോളിസി റെഗുലേറ്റ് ചെയ്യുന്നത്, ഒരു രാജ്യത്തിന്റെ മോണിറ്ററി പോളിസി റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബാങ്കിങ് സിസ്റ്റം, ഒരു രാജ്യത്തെ ബാങ്കിങ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നതും ആ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. എല്ലാ രാജ്യത്തിനും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. ഇന്ത്യക്ക് അത് RBI ആണ്, USA അത് ഫെഡറൽ റിസർവ് എന്നാണ് അവരുടെ സെൻട്രൽ ബാങ്കിനെ വിളിക്കുന്നത്. എക്സാമ്പിൾസ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇവയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക, ഇതിനകത്ത് നിന്ന് ലോണുകൾ പബ്ലിക്കിന് കൊടുക്കുക, ക്ലിയർ, എന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എന്താ പറയുക ഉദ്ദേശം എന്ന് പറയുന്നത്. എക്സാമ്പിൾ SBI, HDFC ബാങ്ക് മുതലായവ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എക്സാമ്പിൾസ് ആണ്. പിന്നീട് വരുന്നതാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ്. കോഓപ്പറേറ്റീവ് ബാങ്കുകൾ കോഓപ്പറേറ്റീവ് ആയിട്ട് ആ ഒരു ബാങ്കിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർക്ക് മാത്രം എന്ത് കൊടുക്കുന്നു? ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നു.
കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ ആണോ? പിന്നെ ഡെവലപ്മെന്റൽ ബാങ്കുകളുണ്ട്, അഗ്രികൾച്ചർ അതുപോലെയുള്ള പല മേഖലകളിൽ, ഇൻഡസ്ട്രി മുതലായ മേഖലകളിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത് എന്ന പർപ്പസിന് വേണ്ടി മാത്രം രൂപം കൊണ്ട ബാങ്കുകൾ. നബാർഡ്, സിഡ്ബി മുതലായ ബാങ്കുകളൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെയാണോ? ഡെവലപ്മെന്റൽ ബാങ്ക്. പിന്നീടാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യണം, അതിനവയെ സഹായിക്കുന്നു ആര്? ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ. അല്ലെങ്കിൽ M&A, മെർജർ ആൻഡ് അക്വിസിഷൻ പ്രോസസ്സിന് സഹായിക്കുന്നു. രണ്ട് കമ്പനികൾക്ക് ഒന്നായി ഒരു കമ്പനിയായി മാറണം, മെർജർ. ക്ലിയർ ആണോ? അല്ലെങ്കിൽ അക്വിസിഷൻ, ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയെ വാങ്ങണം. ഇതിനകത്ത് കുറെ പ്രോസസ്സുകളുണ്ട്, മെർജർ, അക്വിസിഷൻ. ഈ പ്രോസസ്സുകളിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ ഉണ്ടായിരിക്കും. ഗോൾഡ്മാൻ ആൻഡ് സാഷ്, JP മോർഗൻ മുതലായവ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളാണ്. ഓക്കെ ആണോ? പിന്നീട് വരുന്നതാണ് RRBകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ. പ്രൊവൈഡ് ബാങ്കിങ് ഫെസിലിറ്റി ടു റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ ബാങ്കിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. പ്രഥമ ബാങ്ക്, ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ. അതാണ് പ്രഥമ ബാങ്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് RRBക്ക്. പിന്നീടുള്ളതാണ് പേയ്മെന്റ് ബാങ്കുകൾ. ഓഫർ ലിമിറ്റഡ് ബാങ്കിങ് സർവീസ് ലൈക്ക് റെമിറ്റൻസ്. റെമിറ്റൻസ് മുതലായ ചെറിയ ചെറിയ സർവീസുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ പേയ്മെന്റ് ബാങ്കുകൾ. എയർടെൽ പേയ്മെന്റ് ബാങ്ക്, Paytm പേയ്മെന്റ് ബാങ്ക്, ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബാങ്കുകൾ ഉണ്ട്, പേയ്മെന്റ് ബാങ്കുകൾ എന്ന് പറയാം. പിന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഉണ്ട്. പ്രൊവൈഡ് ബാങ്കിങ് സർവീസ് ടു അണ്ടർ സെർവ്ഡ് സെക്ടേഴ്സ്. അണ്ടർ സെർവ്ഡ് സെക്ടേഴ്സിന് ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. ക്ലിയർ ആണോ? അതുപോലെ ഫോറിൻ ബാങ്കുകളുണ്ട്. ഓപ്പറേറ്റ് ഇൻ കൺട്രി ഔട്ട്സൈഡ് ഹോം നേഷൻ, ഫോറിൻ ബാങ്കുകൾ. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള എന്താ പറയുക ടൈപ്സ് ഓഫ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്ട്രക്ചർ ഓഫ് ബാങ്കിന്റെ ഭാഗമായി വരുന്നതാണ് ടൈപ്സ് ഓഫ് ബാങ്ക്. സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ബാക്കി വരുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, RRBകൾ, പേയ്മെന്റ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക് ആൻഡ് ഫോറിൻ ബാങ്കുകൾ. ഓക്കെ ആണോ? ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ടൈപ്സ് ഓഫ് ബാങ്ക് എന്ന് പറയും. ഇപ്പൊ ടൈപ്സ് ഓഫ് ബാങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ടൈപ്സ് ഓഫ് ബാങ്ക്, ടൈപ്സ് ഓഫ് ബാങ്ക്. ഇത്രയും നേരം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം നമ്മൾ ബാങ്കിങ്ങിന്റെ എവല്യൂഷൻ പഠിച്ചു. ഏൻഷ്യന്റ് കാലഘട്ടം മുതൽ ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടം വരെയുള്ള ആ ഒരു എവല്യൂഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു. ഗ്ലോബൽ സ്റ്റേജിൽ നടന്ന എവല്യൂഷൻ, അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് നടന്ന എവല്യൂഷൻ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്തുവാ നോക്കിയത്? ടൈപ്സ് ഓഫ് ബാങ്കുകളെ പറ്റി നമ്മൾ നോക്കി. ഓക്കെ ആണോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കുകളെ പറ്റി നോക്കി. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഈ ബാങ്കിങ് സിസ്റ്റം, ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് രണ്ട് രീതിയിൽ വരാം. ഓക്കെ ആണോ? 2 ടയർ സിസ്റ്റവും ഉണ്ട്, 3 ടയർ സിസ്റ്റവും ഉണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഒരു രാജ്യത്ത് അവർക്ക് ബാങ്കിങ് സിസ്റ്റം വേണം, അത്യാവശ്യമാണ്. ഇത് രണ്ട് രീതിയിൽ അവർക്ക് നിർമ്മിക്കാം. ഒന്ന് 2 ടയർ സിസ്റ്റം, മറ്റേത് 3 ടയർ സിസ്റ്റം. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് 3 ടയർ സിസ്റ്റം ആണ്. ഇനി നമുക്ക് നോക്കാം 2 ടയർ എന്താണ്, അതുപോലെ തന്നെ 3 ടയർ എന്താണ്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് 2 ടയർ സ്ട്രക്ചർ എന്താണെന്നാണ്. 2 ടയർ സ്ട്രക്ചറിൽ രണ്ട് പാർട്ടാണ് ഉണ്ടാവുക. ഒന്നാമത്തത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും പ്രധാനപ്പെട്ട ബാങ്ക്, അതായിരിക്കും ആ എൻറ്റയർ സിസ്റ്റത്തെ നോക്കുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. അവയുടെ കീഴിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളും കൂടെ കാണും. ഇത് പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആകാം, പ്രൈവറ്റ് സെക്ടർ ആകാം, ഫോറിൻ ബാങ്ക്സ് ആകാം. ഈ രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിൽ അതിനെ 2 ടയർ സ്ട്രക്ചർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. സെൻട്രൽ ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്കുകളും മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ബാങ്കുകളും ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ RBI ഉണ്ട് ടയർ 1-ൽ, അതുപോലെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ടയർ 2-ലുണ്ട്. ടയർ 3-ൽ റീജിയണൽ റൂറൽ ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, പേയ്മെന്റ് ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്നീ ബാങ്കുകളും ഉണ്ട്. ഇങ്ങനെ 3 ടയർ ആയിട്ടാണ് ഇന്ത്യയിൽ ബാങ്കിങ് സിസ്റ്റം ഉള്ളത്. സോ 3 ടയർ സ്ട്രക്ചർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ടു എ ഗ്രേറ്റർ എക്സ്റ്റെന്റ്. ക്ലിയർ ആണോ? അപ്പൊ പ്രധാനപ്പെട്ട രണ്ട്
സ്ട്രക്ചറുകൾ ഏതൊക്കെയാ? 2 ടയർ സ്ട്രക്ചർ, അതുപോലെ തന്നെ 3 ടയർ സ്ട്രക്ചർ. യെസ്, 2 ടയറിൽ സെൻട്രൽ ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്കും മാത്രം. 3 ടയറിൽ നമുക്ക് സെൻട്രൽ ബാങ്ക് ഉണ്ട്, പിന്നെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും രണ്ടാമത്തെ ടയറിൽ. മൂന്നാമത്തെ ടയറിൽ RRBകൾ, ലോക്കൽ ഏരിയ ബാങ്ക്സ്, പേയ്മെന്റ് ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് മുതലായ. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ബാങ്കുകളുടെ കീ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ബാങ്കുകളുടെ ഫങ്ഷൻസിനെ പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ, ഡെവലപ്മെന്റൽ ഫങ്ഷൻ എന്ന് 3ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അതിൽ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റുകളാണ്. ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക. അത് സേവിംഗ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഏത് രീതിയിലുമുള്ളതായിക്കോട്ടെ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനിയും രണ്ടാമത്തത് എന്താണ്? പ്രൈമറി ഫംഗ്ഷനിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരെണ്ണമാണ് ഈ അക്സെപ്റ്റ് ചെയ്ത ഡെപ്പോസിറ്റിൽ നിന്ന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ? ക്യാഷ് ക്രെഡിറ്റിന്റെ രൂപത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിന്റെ രൂപത്തിലോ, പേഴ്സണൽ ലോണിന്റെയോ ഹോം ലോണിന്റെയോ രൂപത്തിൽ ഈ കിട്ടിയ ഡെപ്പോസിറ്റിൽ നിന്ന് എന്തു കൊടുക്കുക? ലോൺസും അഡ്വാൻസസും കൊടുക്കുക. അപ്പൊ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇതാണ് ഒരു ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ബാക്കി വരുന്നതിനെയൊക്കെയാ സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഫംഗ്ഷനിൽ ഒന്നാമത് വരുന്ന ഏജൻസി സർവീസ്. ബാങ്ക് കസ്റ്റമറിന്റെ ഏജന്റ് ആയിട്ട് വേണമെങ്കിൽ പ്രവർത്തിക്കാം, അത് സെക്കൻഡറി സർവീസാണ്. കസ്റ്റമറിന് വേണ്ടി ചെക്കുകൾ കളക്ട് ചെയ്യാം ബാങ്കിന്, കസ്റ്റമറിന് വേണ്ടി ഡിവിഡന്റ് കളക്ട് ചെയ്യാം, ഡിവിഡന്റ് പേ ചെയ്യാം, കസ്റ്റമറിന് വേണ്ടി ബില്ലുകൾ കളക്ട് ചെയ്യാം, ബില്ലുകൾ പേ ചെയ്യാം. ക്ലിയർ ആണോ? ഏജൻസി സർവീസുകൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ജനറൽ യൂട്ടിലിറ്റി സർവീസുകൾ, ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നു, ഫണ്ട് ട്രാൻസ്ഫറിന് സഹായിക്കുന്നു, ജനറൽ യൂട്ടിലിറ്റി സർവീസുകൾ. അതൊക്കെയാണ് സെക്കൻഡറി സർവീസ് ആയി വരുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇനി സെക്കൻഡറി ഫങ്ഷൻസ് ഏജൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ ജനറൽ യൂട്ടിലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. സെക്കൻഡറി ഫങ്ഷൻ. ക്ലിയർ ആണോ? ഇനി മൂന്നാമത് വരുന്നതാണ് ഡെവലപ്മെന്റൽ ഫങ്ഷൻ. പ്രധാനമായിട്ട് സെൻട്രൽ ബാങ്കിനാണ് ഈ ഡെവലപ്മെന്റൽ ഫങ്ഷൻ ഉണ്ടാവുക. പ്രൊമോട്ടിംഗ് എക്കണോമിക് ഡെവലപ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. സെൻട്രൽ ബാങ്ക് അവരുടെ മോണിറ്ററി പോളിസിയിലൂടെ CRRഉം SLR റേറ്റുകളും റിപ്പോ റേറ്റുകളും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തും. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉറപ്പുവരുത്താനും നടപടികൾ എടുക്കും അവരുടെ മോണിറ്ററി പോളിസിയിലൂടെ. സോ പ്രൊമോട്ടിംഗ് എക്കണോമിക് ഡെവലപ്മെന്റ്. രണ്ടാമത് കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് സ്റ്റെബിലൈസിംഗ് കറൻസി. നമ്മളുടെ രൂപയുടെ മൂല്യം സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനും അതുപോലെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുമുള്ള മെഷേഴ്സ് ബാങ്കുകൾ എടുക്കും, പ്രധാനമായും സെൻട്രൽ ബാങ്ക്. അതുപോലെ സപ്പോർട്ടിംഗ് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ, പ്രധാനമായിട്ടുള്ള സെക്ടേഴ്സ് ആണ് റൂറൽ അഗ്രികൾച്ചർ സെക്ടർ, അവയെ സപ്പോർട്ട് ചെയ്യാനുള്ള മെഷേഴ്സും എടുക്കും. ഇതാണ് ഡെവലപ്മെന്റൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റൽ ഫങ്ഷൻസ്. അപ്പൊ പ്രധാനമായിട്ടും എത്ര ഫങ്ഷൻസ് ഉണ്ട്? 3 ഫങ്ഷൻസ് ആണ്. പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ ആൻഡ് ഡെവലപ്മെന്റൽ ഫങ്ഷൻ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ ഇത്രയും പഠിച്ചത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ബാങ്കിങ്ങിന്റെ മീനിങ് പഠിച്ചു. ബാങ്കിങ് ഒരു ബിസിനസ് മാത്രമാണ്. ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്ത് ലോൺസും അഡ്വാൻസസും കൊടുക്കാനുള്ള ഒരു ബിസിനസ്. ഇത് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിളിക്കുന്ന പേര് ബാങ്കുകൾ. ഇതുമായി ബന്ധപ്പെട്ട തിയറികളെ ബാങ്കിങ് തിയറി എന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ബാങ്കിങ് പ്രാക്ടീസ് എന്നും വിളിക്കും. ബാങ്കുകൾ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏൻഷ്യൻ ടൈമിൽ മെസപ്പൊട്ടോമിയ, ബാബിലോൺ, ഗ്രീസ്, റോം മുതലായവയിൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരുന്നതിന്റെ തെളിവുകളുണ്ട്. മണി ലെൻഡേഴ്സും ഗോൾഡ് സ്മിത്തുകളും ലോൺ കൊടുത്തതിന്റെ തെളിവുകളുണ്ട്. ഇനി നേഷൻ ഇന്ത്യയിലാണെങ്കിൽ മനുസ്മൃതിയിൽ മണി ലെൻഡിങ്ങിനെ പറ്റി പ്രതിപാദിക്കുന്നു. നമുക്ക് സേത്ത്, ചെട്ടിയാർ, അതുപോലെ തന്നെ ഷ്രോഫ്സ് മുതലായിട്ടുള്ള ട്രഡീഷണൽ ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു. മിഡീവിയൽ യൂറോപ്പിൽ ഗോൾഡ് സ്മിത്ത് ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു. ഗോൾഡിന് അഗെയിൻസ്റ്റ് റെസീറ്റുകൾ ഇഷ്യൂ ചെയ്തിരുന്നു അവർ. അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വഴിയുള്ള ട്രേഡുകൾ ഉണ്ടായിരുന്നു. അത് ബാങ്കിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. ഇതൊക്കെ ബാങ്കിങ്ങിന്റെ തെളിവാണ്. ഏൻഷ്യൻ ആൻഡ് മിഡീവൽ പീരീഡ് കഴിഞ്ഞു. മോഡേൺ പീരീഡില് ആദ്യത്തെ ബാങ്ക് ഇറ്റലിയിൽ 1472 ക്ലിയർ, ബാങ്ക മോണ്ടെ ഡി പാഷി ഡി സിയേന, സിയേനയുടെ മൗണ്ടൻ താഴ്വരയിലുള്ള ബാങ്ക് എന്നർത്ഥം. ഇന്നും ഈ ബാങ്ക് നിലവിലുണ്ട്.
പിന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് ആദ്യത്തെ സെൻട്രൽ ബാങ്ക്. ക്ലിയർ ആണോ? കൊമേഴ്ഷ്യൽ ബാങ്ക് പോപ്പുലർ ആയത് എന്തിന്റെ വരവോട് കൂടിയിട്ടാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ വരവോട് കൂടിയിട്ടാണ് യൂറോപ്പിലും ബ്രിട്ടനിലും പോപ്പുലർ ആകുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഒന്നാമത്തെ ബാങ്ക്. 1832 അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 1770 കൽക്കട്ടയിൽ ഫോം ചെയ്തു, 1832 ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നീട് പ്രസിഡൻസി ബാങ്കുകൾ ഉണ്ടായിരുന്നു ബംഗാളിലും ബോംബെയിലും മദ്രാസിലും. ഇവ മൂന്നും കൂടെ മെർജ് ചെയ്ത് ഒരൊറ്റ ബാങ്ക് ആക്കി 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി 1955. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 രൂപം കൊണ്ടു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ 69ലും 80ലുമായി 14, 6, 20 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു, ദേശീയവൽക്കരിച്ചു. 1991 ഇന്ത്യ LPGയിലേക്ക് പ്രവേശിച്ചു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിന്റെ ഭാഗമായി പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടെ അനുവദിച്ചു. എവിടെ? ബാങ്കിങ് സെക്ടറിൽ. പിന്നെ ബാങ്കിങ് സ്ട്രക്ചറിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കുകളും അതുപോലെ 2 ടയർ ബാങ്കിങ് സ്ട്രക്ചറും, 2 ടയർ സിസ്റ്റം ആൻഡ് 3 ടയർ സ്ട്രക്ചറും. പിന്നെ കീ ഫങ്ഷൻസ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഡെവലപ്മെന്റൽ ഫങ്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അടുത്തതാണ് ബാങ്കിങ് തിയറികൾ. ഓക്കെ ആണോ? പ്രധാനപ്പെട്ട 4 ബാങ്കിങ് തിയറികൾ ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ബാങ്കിങ് തിയറികൾ. ഓക്കെ, ഓക്കെ സർ. ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിങ് തിയറിയിൽ ഒന്നാമത്തേതാണ് കൊമേഴ്ഷ്യൽ ലോൺ തിയറി എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ലോൺ തിയറി, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിയൽ ബിൽ ഡോക്ട്രിൻ. റിയൽ ബിൽസ് ഡോക്ട്രിൻ. ഇത് പറയുന്ന ഇത്രയേ ഉള്ളൂ: ബാങ്ക് ഷുഡ് ഗീവ് ലോൺസ് ഓൺലി ഫോർ ഷോർട്ട് ടേം ബിസിനസ് പർപ്പസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തിയറികളൊക്കെ ഇവോൾവ് ചെയ്താണ് വന്നത്. ആദ്യകാലത്ത് ബാങ്കിങ് മേഖലയിൽ നിലനിന്നിരുന്ന ഒരു തിയറിയാണ്. ആൾക്കാർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരു ബാങ്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ഗീവ് ലോൺസ് ഓൺലി ഫോർ ഷോർട്ട് ടേം ബിസിനസ് പർപ്പസ്. ഷോർട്ട് ടേം ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമേ ലോൺ കൊടുക്കാവുള്ളൂ. അല്ലാതെ ലോങ് ടേമിലേക്കുള്ള ഒരു കാര്യത്തിന് ലോൺ കൊടുക്കരുത്. അതായിരുന്നു ആദ്യകാലത്തെ വിശ്വാസം. അതിനെയാണ് കൊമേഴ്ഷ്യൽ ലോൺ തിയറി എന്ന് പറയുന്നത്. ഇതൊക്കെ തിയറികളാണ്. ആദ്യകാലത്ത് അങ്ങനെയാണ് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്ന വിശ്വാസം. ഓക്കെ, അപ്പൊ എന്താ അവര് പറഞ്ഞിരുന്നത്? ഷോർട്ട് ടേം ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം ലോൺ കൊടുക്കുക. ഷോർട്ട് ടേം ബിസിനസ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പ്രൊഡക്ഷൻ നടത്തണം, പ്രൊഡക്ഷൻ നടത്തി സാധനം ഉണ്ടാക്കി വിറ്റ് കാശാക്കണം. അതാ എന്റെ ഷോർട്ട് ടേമിലേക്കുള്ള ബിസിനസ് പർപ്പസ്. ക്ലിയർ ആണോ? ലോങ് ടേം എന്ന് പറയുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു, പുതിയ പ്ലോട്ട് മേടിക്കുന്നു, പുതിയ ഫാക്ടറി പണിയുന്നു, പുതിയ മെഷീൻ മേടിക്കുന്നു. അതൊക്കെ എന്റെ ലോങ് ടേം പർപ്പസ്. ഷോർട്ട് ടേം എന്താ? ഈ വർഷം എനിക്ക് ലാഭം ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? പ്രൊഡക്ഷൻ നടത്തി അത് വിറ്റ്. അതാണ് എന്റെ ഷോർട്ട് ടേം പർപ്പസ്. അപ്പൊ ഇതിനെനിക്ക് പൈസ ഇല്ലെങ്കിൽ, എനിക്ക് എന്റെ ബിസിനസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രൊഡക്ഷൻ നടത്താൻ പൈസ ഇല്ലെങ്കിൽ അതിന് ബാങ്ക് ലോൺ കൊടുക്കണം. ക്ലിയർ? പക്ഷെ ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് പൈസ ചോദിക്കുന്നതെങ്കിൽ അതിന് കൊടുക്കണ്ട. ഇതാണ് ഈ മേജർ ബാങ്കിങ് തിയറിയിലെ ഒന്നാമത്തെ കൊമേഴ്ഷ്യൽ ലോൺ തിയറി പറയുന്നത്. ഷോർട്ട് ടേം ബിസിനസ് പർപ്പസിന് പൈസ കൊടുത്താൽ മതി, ലോങ് ടേമിന് കൊടുക്കണ്ട, അത് റിസ്കിയാണ്, കൊടുക്കണ്ട. അതാണ് ഈ ഒരു ഡോക്ട്രിൻ പറയുന്നത്. ക്ലിയർ ആണോ? ദ ലോൺ മസ്റ്റ് ബി സെൽഫ് ലിക്വിഡേറ്റിംഗ്. ഈ കൊടുക്കുന്ന ലോൺ എങ്ങനെ ആയിരിക്കണം? സെൽഫ് ലിക്വിഡേറ്റിംഗ് ആയിരിക്കണം. സെൽഫ് ലിക്വിഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോറോവർ ഷുഡ് ബി ഏബിൾ ടു റീപേ ലോൺ ഫ്രം ദ പ്രൊസീഡ്സ് ഓഫ് ദ ബിസിനസ് ആക്ടിവിറ്റി ഫിനാൻസ്. ഒരു എക്സാമ്പിൾ പറയാവേ, ഞാന് എന്താ പറയുക, ബിസ്ക്കറ്റ് മാനുഫാക്ചറർ ആണ്. അപ്പൊ ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാ എന്റെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് പർപ്പസ്. ഓക്കെ ആണോ? എനിക്ക് അതിന് പൈസ ഇല്ലെങ്കിൽ ബാങ്ക് എനിക്ക് ലോൺ തരും, എന്റെ ബേസിക് ആയിട്ടുള്ള ഷോർട്ട് ടേം ബിസിനസ് പർപ്പസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് പ്രൊഡക്ഷൻ നടക്കാൻ ബാങ്ക് എനിക്ക് പൈസ തന്നു. ഞാൻ ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് ആ പൈസ കൊണ്ടുവന്ന് ബാങ്ക് തന്ന പൈസ തിരിച്ചു കൊടുക്കണം. അതിനെയാ സെൽഫ് ലിക്വിഡേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? ഞാൻ ആ പ്രവൃത്തി ചെയ്ത് ആ പൈസ കൊണ്ട് ഇത് അടച്ചു വീട്ടണം. ക്ലിയർ? സെൽഫ് ലിക്വിഡേറ്റിംഗ്. ഓക്കെ ആണോ? സോ കൊടുക്കുന്ന ലോണുകളൊക്കെയും സെൽഫ് ലിക്വിഡേറ്റിംഗ് ആയിരിക്കണം. അവര് തന്നെ അത് തിരിച്ച് അടയ്ക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. ഓക്കെ ആണോ? അതായത് കൊളാറ്ററൽ സെക്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ടാകേണ്ട ആവശ്യമില്ല, പണയ വസ്തുക്കൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ആ പ്രവൃത്തി ചെയ്ത് പൈസ കൊണ്ടുവന്ന്
തിരിച്ചടയ്ക്കുക. ദ ഐഡിയ ഈസ് ദാറ്റ് ലോൺ ഷുഡ് ഫണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. ലോണുകൾ കൊടുക്കേണ്ടത് പ്രൊഡക്ഷൻ പ്രോത്സാഹിപ്പിക്കാനും ട്രേഡ് പ്രോത്സാഹിപ്പിക്കാനുമാണ് എന്ന ഐഡിയയിലാണ് ഈ ഡോക്ട്രിൻ വർക്ക് ചെയ്യുന്നത്. നോട്ട് കൺസംഷൻ ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ കൺസംഷന് വേണ്ടിയിട്ടല്ല ലോൺ. അത് വേണമെങ്കിൽ അത് സേവ് ചെയ്ത് അതിനകത്തുനിന്ന് മേടിച്ചോട്ടെ. ഷോർട്ട് ടേമിന് വേണ്ടി മാത്രമാണ് ലോൺ കൊടുക്കുന്നത്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഈ തിയറിയെ വിളിക്കുന്ന പേരാ കൊമേഴ്ഷ്യൽ ലോൺ തിയറി അല്ലെങ്കിൽ റിയൽ ബിൽസ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഷോർട്ട് ടേം ആൻഡ് സെൽഫ് ലിക്വിഡേറ്റിംഗ് ലോൺ. ലോൺ സെൽഫ് ലിക്വിഡേറ്റിംഗ് ആ, മോർഗേജ് ലോൺ അല്ല. മോർഗേജ് ലോൺ എന്ന് പറഞ്ഞാൽ പണയ വസ്തു ഉണ്ട്. ക്ലിയർ? ഇവിടെ പണയ വസ്തു ഇല്ല. ഒരു പ്രവൃത്തിക്ക് വേണ്ടി പൈസ കൊടുക്കുന്നു. അത് ബേസിക് ആയിട്ടുള്ള ബിസിനസ് പ്രോസസ് ആണ്. ആ പ്രോസസ്സ് ചെയ്ത് പൈസ ഉണ്ടാക്കി തിരിച്ചടയ്ക്കുക. ക്ലിയർ? അതാണ് സെൽഫ് ലിക്വിഡേറ്റിംഗ് ലോൺ. ഓക്കെ ആണോ? രണ്ടാമത് പറയുന്നത് ലോൺ ഗിവൺ അഗെയിൻസ്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ ലൈക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് എക്സെട്ര. അതും ഇതിന്റെ ഭാഗമാവും. കൊമേഴ്ഷ്യൽ പേപ്പറിന് അഗെയിൻസ്റ്റ് ലോൺ കൊടുക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനോ പ്രോമിസറി നോട്ടിന് അഗെയിൻസ്റ്റും ലോൺ കൊടുക്കാം. ഓക്കെ ആണോ? എംഫസിസ് ഓൺ സേഫ് ആൻഡ് ലിക്വിഡ് അസറ്റ് ഫോർ ബാങ്ക്. ഈ കൊമേഴ്ഷ്യൽ പേപ്പറിനും പ്രോമിസറി നോട്ടിനും ഒക്കെ അഗെയിൻസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ ഷോർട്ട് ടേമിലേക്കുള്ള കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ മെച്യൂരിറ്റി പീരീഡ് വളരെ ഷോർട്ട് പീരീഡാണ്. മൂന്നാമത് പറയുന്നത് സേഫ് ആൻഡ് ലിക്വിഡ് അസറ്റ് ഫോർ ബാങ്ക്. ബാങ്കിന് സേഫ് ആൻഡ് ലിക്വിഡ് അസറ്റ്സ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ലോങ് ടേമിലേക്കുള്ള ലോൺസ് ഒന്നും കൊടുക്കേണ്ട, ഷോർട്ട് ടേം മതി. ക്ലിയർ ആണോ? ഇത് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ലോങ് ടേമിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ ബാങ്കിനെ സഹായിക്കും. ക്ലിയർ ആണോ? യെസ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ മാനുഫാക്ചറർ ബോറോസ് മണി ഫ്രം എ ബാങ്ക് ടു ബൈ റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ മേടിച്ചാലേ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അതിന് പൈസ ഇല്ലായിരുന്നു. റോ മെറ്റീരിയൽ ബേസിക് ആയിട്ടുള്ള ബിസിനസ് പ്രോസസ് ആയതുകൊണ്ട് ബാങ്ക് മണി കൊടുത്തു റോ മെറ്റീരിയൽ മേടിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇയാള് സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അത് വിറ്റു. എന്നിട്ട് ആ കിട്ടിയ പൈസ കൊണ്ട് ആ ലോൺ റീപേ ചെയ്തു. അപ്പൊ അയാൾ ലോൺ എടുത്തപ്പോ എന്തെങ്കിലും പണയ വസ്തു ഉണ്ടായിരുന്നോ? ഇല്ല. അതാണ് സെൽഫ് ലിക്വിഡേറ്റിംഗ് ലോൺ ആണെന്ന് പറഞ്ഞത്. അയാൾ ആ ഒരു പ്രവൃത്തി ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് അത് തിരിച്ചടച്ചത്. സോ സെൽഫ് ലിക്വിഡേറ്റിംഗ് ലോൺ ആണ്. ഷോർട്ട് പീരീഡിലേക്ക്, ഒരു വർഷത്തിനുള്ളിൽ ഈ പരിപാടി എല്ലാം കഴിയും. ക്ലിയർ? പ്രൊഡ്യൂസ് ചെയ്ത് സാധനം വിറ്റ് കാശ് കിട്ടി ലോൺ തിരിച്ചടയ്ക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇവിടെ ലോങ് ടേം ഫിനാൻസിനെ കംപ്ലീറ്റ് ആയിട്ടും ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സിനെ ഇഗ്നോർ ചെയ്യുന്നു. ക്ലിയർ? എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ പുതിയ ഫാക്ടറി ബിൽഡിംഗ് ഒക്കെ വേണം. അതിന് പൈസ എവിടുന്ന് കണ്ടെത്തും? ഈ ഒരു തിയറിയാണ് ബാങ്കുകൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിന് പൈസ കൊടുക്കണ്ട എന്നാണ് ബാങ്കുകൾക്ക് നിർദ്ദേശം. ക്ലിയർ ആണോ? സോ ലോങ് ടേം ഫിനാൻസിങ്ങിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു തിയറിയുടെ പോരായ്മയാണ്. അതുപോലെ തന്നെ ഈ ഒരു തിയറി റിസഷൻ ടൈമിൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ക്ലിയർ ആണോ? മാന്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ബിസിനസ് റെഡ്യൂസസ് ബോറോയിങ്. മാന്യം നിൽക്കുന്ന സമയത്ത് ബിസിനസ് എന്ത് ചെയ്യും? ബോറോയിങ്സ് റെഡ്യൂസ് ചെയ്യും. ക്ലിയർ ആണോ? യെസ്. സോ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഏതായിരുന്നു ആ പ്രധാനപ്പെട്ട ബാങ്കിങ് തിയറി? കൊമേഴ്ഷ്യൽ ലോൺ തിയറി അല്ലെങ്കിൽ റിയൽ ബിൽസ് ഡോക്ട്രിൻ. എന്താ അത് പറയുന്നത്? പറയുന്നത് ഇത്ര സിമ്പിൾ ആണ്. ഷോർട്ട് ടേമിന് വേണ്ടി മാത്രം ലോൺ കൊടുത്താൽ മതി, ലോങ് ടേം കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ കൊടുക്കണ്ട. ക്ലിയർ ആണോ? ആദ്യകാലത്ത് നിലനിന്നിരുന്ന ഒരു തിയറിയാണ്. ഇത് കംപ്ലീറ്റ്ലി ശരിയാണോ? അല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. അതിനെ പരിഷ്കരിച്ചുകൊണ്ടാണ് ഇനി അടുത്ത വരുന്ന തിയറികളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ ആണോ? ഒന്നാമത്തെ തിയറി ഓഫ് ബാങ്കിങ് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത് ആർക്കെങ്കിലും? സെൽഫ് ലിക്വിഡേറ്റിംഗ് ലോൺ എന്താണ്, ആ വക കാര്യങ്ങളിൽ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേലോട്ട് പോവാം. രണ്ടാമത്തേതാണ് ഷിഫ്റ്റബിലിറ്റി തിയറി. ഷിഫ്റ്റബിലിറ്റി തിയറി. According to this theory, a bank's ability to remain liquid depend on having assets that can be quickly shifted to other parties without significant loss. ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമുക്കത് വിൽക്കാൻ സാധിക്കും. ക്ലിയർ? ഒരു സാധനം നമുക്ക് പെട്ടെന്ന് വിറ്റ് കാശാക്കാൻ സാധിക്കുമെങ്കിൽ അതിന്റെ അർത്ഥം അത് ഭയങ്കര ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആണ്. ലിക്വിഡിറ്റി കൂടിയ അസറ്റാ. എത്ര പെട്ടെന്ന് കാശാക്കാൻ സാധിക്കുന്നു അത്രയും ലിക്വിഡിറ്റി കൂടുതലാണ്. ക്ലിയർ ആണോ? ഈ ഷിഫ്റ്റബിലിറ്റി തിയറി പറയുന്നത് ഒരു ബാങ്കിന് അസറ്റുകൾ ഉണ്ടായിരിക്കണം. ആ അസറ്റ് എങ്ങനെയുള്ളതായിരിക്കണം? എളുപ്പം വിറ്റ് കാശാക്കാൻ കഴിയുന്നവയായിരിക്കണം. അപ്പൊ ബാങ്കിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എളുപ്പം കാശ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് ഷിഫ്റ്റബിലിറ്റി തിയറി പറയുന്നത്. ഇതിന്റെ
Focus is not only on short-term loan, but any asset that is easily marketable can ensure liquidity. ക്ലിയർ ആണോ? ഷോർട്ട് ടേം ലോൺസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളെങ്കിൽ റിസ്ക് അവിടെ കുറയും. അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം വന്നാൽ എളുപ്പം വിറ്റ് പെട്ടെന്ന് കാശ് കിട്ടാൻ സാധ്യതയുള്ള അസറ്റുകൾ. ക്ലിയർ ആണോ? അവ ഒരു ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ക്ലിയർ ആണോ? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇതിലെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബാങ്ക് ഷുഡ് ഹോൾഡ് ഹൈലി ലിക്വിഡ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ബാങ്കിന്റെ കയ്യിൽ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കണം. ഗവൺമെന്റ് ബോണ്ടുകൾ, ട്രഷറി ബില്ലുകൾ, ഇവയിലൊക്കെ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം പൈസ. ഗുണമെന്ന് പറയുന്നത് ഇവയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റും കിട്ടും, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിറ്റ് കാശാക്കാനും സാധിക്കും. അപ്പൊ നേട്ടവുമുണ്ട്, ലിക്വിഡുമാണ്. ക്ലിയർ ആണോ? നമ്മുടെ കയ്യിൽ പൈസ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ഗ്രോത്ത് ഇല്ല. അതിന് പകരം ലിക്വിഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിട്ട് അതിനെ മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ എളുപ്പം അത് വിറ്റ് കാശാക്കാനും സാധിക്കും. മീൻവൈൽ യു വിൽ ഏൺ ഇൻട്രസ്റ്റ് ഓൺ ദാറ്റ് സെക്യൂരിറ്റീസ് ഓൾസോ. ക്ലിയർ ആണോ? ബെനിഫിറ്റ് ഉണ്ട് അവിടെ. ഓക്കെ ആണോ? അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതാണ് സ്യൂട്ടബിലിറ്റി തിയറി. Even long-term loans are acceptable if they can be shifted easily to others in secondary market. So ഈ ഒരു ഷിഫ്റ്റബിലിറ്റി തിയറി അനുസരിച്ച് ഒരു ലോങ് ടേം ലോൺ നിങ്ങൾ കൊടുക്കേണ്ടി വന്നാൽ അത് ഷിഫ്റ്റബിൾ ആണ് എങ്കിൽ യു ക്യാൻ ഗ്രാന്റ് ഇറ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ലോങ് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നത്. ഈ സെക്യൂരിറ്റി ഈസിലി മാർക്കറ്റബിൾ ആണ്, എളുപ്പം അതിനെ വിറ്റ് കാശാക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോങ് ടേം ലോൺ കൊടുത്തോ, അവിടെ റിസ്ക് കുറവായതുകൊണ്ട്. ക്ലിയർ ആണോ? നമ്മൾ പഠിച്ച ഒന്നാമത്തെ തിയറിയിൽ ഈ ഷിഫ്റ്റബിലിറ്റിയെ പറ്റി പറയുന്നതേ ഇല്ല. ലോൺ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി എന്ന് അവിടെ പറയുന്നത്. ഈ തിയറി വരുമ്പം ആ ഒരു സ്ട്രിഞ്ചൻസിയിൽ നിൽക്കുന്നുണ്ട്. ഷോർട്ട് ടേം കൊടുത്താൽ മതി എന്ന് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുക ലോങ് ടേം ലോൺ ആണ് അവർ ചോദിക്കുന്നത്, പക്ഷെ അവർ തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഈസിലി മാർക്കറ്റബിൾ ആണ് എങ്കിൽ ലോങ് ടേം ലോൺ കൊടുത്തോളൂ, കുഴപ്പമില്ല. ക്ലിയർ ആണോ? കാരണം അവിടെ റിസ്ക് കുറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇവിടെ സ്ട്രെസ് എന്തിനാ? ലിക്വിഡിറ്റി ഓഫ് അസറ്റിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അല്ലാതെ ഒരു ലോണിന്റെ മെച്യൂരിറ്റി പീരീഡിനല്ല. ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളതിനല്ല, ആ അസറ്റിന്റെ ലിക്വിഡിറ്റിക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അസറ്റ് എത്രത്തോളം ലിക്വിഡ് ആണ് എന്നതിനാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്.